Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 8 സയൻസിലെ ചാപ്റ്റർ 9 റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസിൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അതുപോലെ തന്നെ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇപ്പോൾ എങ്ങനെയാണ് മറ്റേ ബേബി ഉണ്ടാവുന്നത്, ബേബി എങ്ങനെ ഫീറ്റസായി മാറുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. നൗ we shall discuss viviparous and oviparous animals. We have learned that some animals give birth to young ones while some animals lay eggs which later develop into young ones. അപ്പോൾ ചില ഓർഗാനിസംസ് ആവട്ടെ അവരുടെ യങ് വൺസിന് ബർത്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ ചില ആനിമൽസ് ആവട്ടെ അവരെന്താണെന്ന് വെച്ചാൽ യങ് വൺസിന് വേണ്ടിയിട്ട് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എഗ്ഗ് ലേ ചെയ്യുന്നു. The animals which give birth to young ones are called viviparous animals. And those animals which lay eggs are called oviparous animals. So ബർത്ത് കൊടുക്കുന്ന ആനിമൽസിനെ നമ്മൾ വിവിപാരസ് ആനിമൽസ് എന്നും ഇങ്ങനെ മുട്ടയിടുന്ന ലേ എഗ് ചെയ്യുന്ന ആനിമൽസ് നമ്മൾ oviparous animals എന്നും പറയുന്നു. The following activity will help you to understand better and differentiate between the viviparous and oviparous animals. So activity 9.2, try to observe the eggs of the organisms like frog, lizard, butterfly or moth, hen and crow or any other bird where you are able to observe the eggs, all of them. Make drawings of the eggs that you have learned. So എല്ലാ എഗ്സും നമ്മൾ ഒബ്സർവ് ചെയ്ത എല്ലാ എഗ്സും നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചിലതിനൊന്നും പറ്റില്ല അല്ലേ, ചിലതൊന്നും എഗ്സ് ഉണ്ടാവാറില്ല. The eggs of a few animals are easy to observe because their mothers lay them outside their bodies. So ചിലരുടെ എഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോഡിയുടെ പുറത്തായിരിക്കും അവർ മദർ എന്ത് ചെയ്യുന്നത്, എഗ്ഗ് ലേ ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ ക്രോയിൽ ഇങ്ങനെ അവർ അടയിരിക്കുന്ന കാണാറില്ലേ, അവരിങ്ങനെ നെസ്റ്റിനകത്ത് അല്ലെങ്കിൽ കുയിൽ ഒക്കെ ഇങ്ങനെ എഗ്ഗ് ലേ ചെയ്തിട്ടാണ് അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലാണ് എഗ്ഗ് ലേ ചെയ്യുന്നത്. These are examples of oviparous animals. So ഇവരെ എക്സാമ്പിളാണ് oviparous animals. But you would not be able to collect the eggs of a dog, cow or cat. This is because they do not lay eggs. Their mother gives birth to the young ones. These are the examples of viviparous animals. So ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഡോഗ്, കൗ, ക്യാറ്റിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മുട്ടയിടാൻ കഴിയില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ യങ് വൺസിന് ബർത്ത് കൊടുക്കുകയാണ് ചെയ്യുക, ജന്മം കൊടുക്കുകയാണ് ചെയ്യുക. അവരെ നമുക്ക് എന്ത് വിളിക്കാം, ദേ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഓവിപാരസ് ആനിമൽസ്. സോ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ, ക്യാൻ യു നെയിം സം മോർ എക്സാമ്പിൾസ് ഓഫ് വിവിപാരസ് ആൻഡ് ഓവിപാരസ് ആനിമൽസ്? നിങ്ങൾക്ക് അങ്ങനെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി യങ് വൺസ് ടു അഡൾട്ട്. The new individuals which are born or hatched from the eggs continue to grow till they become adults. In some animals, the young ones may look like different from the adults. Recall the life cycle of a silkworm, that is egg to larva, or caterpillar to pupa and adult. You have studied in class 7. Frog is another such example. സോ ചില ആൾക്കാരുടെ യങ് വൺസ് എന്ന് പറയുമ്പോൾ അവരുടെ എഗ്ഗ് ഹാച്ച് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ഇങ്ങനെ അവർ വലുതായിട്ട് അവർ അഡൾട്ടായി മാറും. പക്ഷെ ചില ആനിമൽസിന് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ അഡൾട്ടും അതുപോലെ തന്നെ യങ് വൺസ് നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സപ്പോസ് എക്സാമ്പിൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് സിൽക്ക് വോം എന്തായി മാറുന്നത്, അത് നമ്മുടെ കാറ്റർപില്ലർ വഴി ലാവ കാറ്റർപില്ലറായിട്ട് പ്യൂപ്പ അഡൾട്ടായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ അവരുടെ ഈ പറയുന്ന പ്യൂപ്പയും ലാവ സ്റ്റേജൊക്കെ സിൽക്ക് വോമിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന ഫ്രോഗിൻ്റെ ലൈഫ് സൈക്കിൾ യങ് വൺ എന്ന് പറയുമ്പോൾ ഫ്രോഗിൻ്റെ അഡൾട്ട് ആയിട്ട് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. Observe the different stages of a frog starting from the egg to the adult stage. We find that there are 3 distinct stages, that is the egg to tadpole or larva to adult. സോ നമ്മൾ ഫിഗർ 9.10 നിങ്ങൾക്ക് കാണാം എഗ്ഗ് ലേ ചെയ്യുന്നത്, പിന്നെ അത് പയ്യെ ഏർലി ടാഡ്പോളായി മാറും, പിന്നെ അത് ലേറ്റ് ടാഡ്പോളായി മാറും, അപ്പോൾ പിന്നെ അതെന്ത് ചെയ്യും, നമ്മുടെ ഫ്രോഗായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാഡ്പോളും നിങ്ങൾ ഫ്രോഗും തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലാവും, they are entirely different. Similarly, the caterpillar or the pupa or silkworm looks very different from the adult moth. So adult mothും അതുപോലെ തന്നെ അതിൻ്റെ caterpillar സ്റ്റേജും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സിൽക്ക് വോം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. The features that is present in the adults are not always in these young ones. Then what happens to the tadpoles or caterpillars thereafter? അവരുടെ ഫീച്ചേഴ്സും അവരുടെ യങ് വൺസ് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇവരെ ഈ പറയുന്ന ടാഡ്പോളും കാറ്റർപില്ലറും പിന്നെ എന്തായിട്ടാണ് മാറുക എന്നാണ് ക്വസ്റ്റ്യൻ. You must have seen that a beautiful moth emerging from the cocoon. In case of tadpoles, they transform into adults capable of jumping and swimming. The transformation of the larva into the adult through the drastic changes is called metamorphosis.
സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന കുക്കൂണിൽ നിന്ന് മുഖത്ത് ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ചാറ്റ് ബോട്ട്സിൻ്റെ കേസിലെന്ന് പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ അഡൾട്ടായിട്ട് മാറും എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അത് ജമ്പ് ചെയ്യാനും സ്വിം ചെയ്യാനൊക്കെ കേപ്പബിളായി മാറും. അങ്ങനെ ഈ ലാവ സ്റ്റേജിൽ നിന്നും അഡൾട്ട് സ്റ്റേജിലേക്ക് ഒരുപാട് ചേഞ്ചസിലൂടെ, ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസിലൂടെ മാറുന്നതിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. സോ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലാവ ഇൻ ടു ദ അഡൾട്ട് ത്രൂ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. What about the changes that we observe in our body as we grow? സോ നമ്മൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവാറ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമുക്ക് മെറ്റമോർഫോസിസ് ഉണ്ടാവാറുണ്ടോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. സോ ഇൻ ഹ്യൂമൻ ബീങ്സ് ബോഡി പാർട്സ് സിമിലർ ടു ദോസ് പ്രസൻറ്റ് ഇൻ ദ അഡൾട്ട്സ് ആർ പ്രസൻറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത്. സോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. കാരണം നമുക്ക് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ കുട്ടിക്കാണെങ്കിൽ അവരുടെ കൈയും കാലും ഒക്കെ എന്ന് വെച്ചാൽ ഏകദേശം അഡൾട്ടിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് മെറ്റാമോർഫോസിസ് എന്ത് ചെയ്യുന്ന അണ്ടർഗോ ചെയ്യുന്നില്ല. ഓക്കെ, so that's a question for what about the changes that we observe in our body as we grow. Do you think that we too undergo metamorphosis? No, we don't undergo metamorphosis. In humans, the body parts similar to those present in the adults are similar to that of the time of the birth. So next is about 9.3 asexual reproduction പറ്റിയിട്ടാണ്. So we are going to discuss about the budding as well as the binary fission in amoeba. After that, we are moving to the story of Dolly, that's a cloud. So asexual reproduction. So far we have learned that the reproduction in some familiar animals, but what about very small animals such as hydra and microscope organisms like amoeba? So നമ്മൾ asexual reproduction ആയിട്ടുള്ള ആനിമൽസ് ഒക്കെ പഠിച്ചു. പക്ഷേ നമ്മൾ ചില കേസസിനകത്ത് എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന പോലെ അമീബയിലും അതുപോലെ ഹൈഡ്രയിലൊക്കെ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ പഠിച്ചത്, എങ്ങനെയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻ 9.3 get some slides of hydra, observe them using a lens, look out of any bulges from the parent body, count the number of bulges as you see in different slides, also note the sizes of the bulge. So draw the diagram as you see in the figure, compare it with. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ബഡ് നമ്മൾ ഹൈഡ്രേൻ്റെ സ്ലൈഡ്സ് എടുക്കുക, പെർമനൻറ്റ് സ്ലൈഡ്സ് എടുക്കുക, എന്നിട്ട് അത് മൈക്രോസ്കോപ്പിലോട്ട് നോക്കുക. അപ്പോൾ ഓരോ ബൾജസ് കാണുന്നുണ്ടാവും. ചിലത് ബൾജസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബൾജസ് ആണെന്നും അതുപോലെ എത്ര സൈസസ് ഓഫ് ബൾജസ് ആണെന്നും കൂടെ നോക്കിയിട്ട് പറയാം. അങ്ങനെ എന്ത് ചെയ്യുക, അത് എന്താ ഡ്രോ ചെയ്തിട്ട് ഈ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമ്പയർ ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇൻ ഈച്ച് ഹൈഡ്ര there may be one or more bulges. These bulges are the developing new individuals and they are called buds. സോ ഓരോ ഹൈഡ്രയിലും നമുക്ക് ഒന്നോ അല്ലെങ്കിൽ കൂടുതലോ ബൾജസ് ആയിട്ട് കാണാൻ പറ്റും, ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ബൾജസ് എന്ത് ചെയ്യും, പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ദേ ആർ കോൾഡ് ബഡ്സ്. അങ്ങനെ ഈ ബൾജസിനെ നമുക്ക് എന്ത് വിളിക്കാം, ബഡ്സ് എന്ന് വിളിക്കാം. റീകോൾ ദ പ്രസൻസ് ഓഫ് ബഡ്സ് ഇൻ ദ ഈസ്റ്റ്. In Hydra, two the new individuals develop as outgrowths from a single parent. So ഹൈഡ്രനകത്ത് ഒരു സിംഗിൾ പാരന്റിനകത്ത് ഒരു ഇൻഡിവിജ്വൽസ് ഔട്ട്ഗ്രോത്ത്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. This type of reproduction in which only a single parent is involved is called as asexual reproduction. Since new individuals develop from the buds in the Hydra, this type of asexual reproduction is called budding. സോ ഒരു പാരൻറ്റ് മാത്രം ഇൻക്ലൂഡ് ആവുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. ഈ പറയുന്ന ഹൈഡ്രയുടെ കേസിലും ഇതുപോലെ തന്നെയാണ്. ഹൈഡ്ര ഉണ്ടാവുന്നു, പിന്നെ അതിനകത്താണ് ബൾജസ് ഫോം ചെയ്തിട്ട് പുതിയ ഇൻഡിവിജ്വൽസായി മാറുന്നത്. അപ്പോൾ പുതിയ ഇൻഡിവിജ്വൽസ് ബഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, ബഡിങ്. സോ ദ ന്യൂ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ഫ്രം ദ ബഡ്സ് ഇൻ ഹൈഡ്ര. സോ ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് കോൾഡ് budding. So that's all about the ബഡ്ഡിങ് ഇൻ ഹൈഡ്ര. സോ ബഡ്ഡിങ് ഹൈഡ്രയിൽ എക്സാമ്പിളാണ്. ഇങ്ങനെ ഓരോരോ ബൾജസ് ആയിട്ടാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനത്തെ ബൾജസിനെ നമുക്ക് എന്ത് വിളിക്കാം, ബഡ്സ് എന്ന് വിളിക്കാം. ഇങ്ങനത്തെ ഒരു സിംഗിൾ പാരൻറ്റ് ഇൻവോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. ഇങ്ങനെ ഓരോ ബഡ്ഡുകളും പുതിയ ഇൻഡിവിജ്വൽസായി മാറുന്ന ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, ബഡ്ഡിങ് എന്ന് വിളിക്കാം. So another method of asexual reproduction is observed in the microscopic organisms like amoeba. So let's discuss what happens. Okay, you have learned about the structure of amoeba. You will recall that an amoeba is a single-celled organism. It begins the process of reproduction by division of its nucleus into two nuclei. This is followed by division of its body into two, each part receiving a nucleus. Finally, two amoeba are produced from a single parent amoeba. This type of reproduction is called ബൈനറി ഫിഷൻ. സോ അമീബയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉള്ള ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ രണ്ട് ന്യൂക്ലിയസ് പിന്നെ എന്ത് ചെയ്യും, രണ്ട് ബോഡി ആയിട്ട് മാറും. അങ്ങനെ എന്ത് ചെയ്യും, അവസാനം രണ്ട് അമീബ
അമീബ ബേബീസ് ആയിട്ട് പിന്നെ അവർ മാറുകയാണ് ചെയ്യുക. സോ ഇതൊരു ഫ്ലോ ചാർട്ടാണ്. ഒരു സിംഗിൾ ന്യൂക്ലിയസ് ഉള്ള അമീബ അത് അതിനെ ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ദ ന്യൂക്ലിയസ്, സോ ഇറ്റ്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു 2 അമീബാസ് which are produced from a single parent. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് asexual reproduction in which the animal reproduces by dividing into 2 individuals is called binary fission. സോ ഒരു ഇൻഡിവിജ്വൽ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്ന asexual reproduction നമുക്ക് ബൈനറി ഫിഷൻ എന്ന് വിളിക്കാം. ഈ നമ്മൾ നേരത്തെ പഠിച്ചത് ബഡ്ഡിംഗ് ആണ്, അതായത് ദ asexual reproduction in which new individuals are formed from the buds in hydra. എക്സാമ്പിളാണ് ഹൈഡ്രയിലെ ബ്ലഡ്സ്, അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. So that's about the asexual reproduction like budding in hydra as well as the binary fission in amoeba. Very important. So next we shall discuss about the story of Dolly or the clone. സോ ക്ലോണിങ് എന്ന് നടക്കുന്നത് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സോ ക്ലോണിങ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ എക്സാക്ട് കോപ്പി ഓഫ് എ സെൽ, എനി അതർ ലിവിങ് പാർട്ട് ഓർ എ കംപ്ലീറ്റ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോപ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ മൊത്തം ഓർഗാനിസത്തിനെയും നമ്മൾ എക്സാക്ട്ലി നമ്മൾ എടുക്കുന്നതിന്, അല്ലെങ്കിൽ ഡ്യൂപ്പ് എന്ന് പറയുന്ന പോലെ എടുക്കുന്നതിനാണ് ക്ലോണിങ് എന്ന് പറയുന്നത്. സോ ക്ലോണിങ് ഓഫ് ആൻ ആനിമൽ വാസ് സക്സസ്ഫുള്ളി പെർഫോംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ലാൻ വിൽമോട്ട് ആൻഡ് ഹിസ് കൊളീഗ്സ് അറ്റ് ദി റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ എഡിൻബർഗ്, സ്കോട്ട്ലാൻഡ്. സോ ഇത് നടത്തിയതെന്ന് പറയുന്നത് ആദ്യം നടത്തിയത് മിസ്റ്റർ ഇയാൻ വിൽമോണ്ട് ആസ് വെൽ ആസ് ഹിസ് കൊളീഗ്സ് ആയിരുന്നു. റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡിൻബർഗ് എന്ന സ്ഥലത്ത് നടത്തിയിരുന്നത്. ആക്ച്വലി അവർ സക്സസ്ഫുള്ളി ക്ലോൺ ഉണ്ടാക്കി അതിന് പേര് ഡോളി എന്ന് കൊടുക്കുകയും ഡോളി വാസ് ബോൺ ഓൺ 5th July 1996 ആൻഡ് വാസ് എ ഫസ്റ്റ് മാമൽ ടു ബി ക്ലോൺ ചെയ്യപ്പെട്ട ആദ്യത്തെ മാമലായിട്ട് ഡോളി അറിയപ്പെടുകയും ചെയ്തു. സോ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ക്ലോണിങ്, അപ്പോൾ ഈ പറയുന്ന ക്ലോണിങ് എങ്ങനെ സംഭവിച്ചു വെച്ചാൽ, ക്ലോണിങ്ങിൻ്റെ സമയത്ത് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ക്ലോണിങ് എ സെൽ വാസ് സെലക്ടഡ് ഫ്രം ദി മാമറി ഗ്ലാൻഡ് ഓഫ് എ ഫീമെയിൽ ഫിൻ ഡോർസറ്റ് ഷീപ്പ്. സോ എ ഫിഗർ 9.13 എയിൽ കാണുന്നതാണ് ഫിൻ ഡോർസറ്റ് ഷീപ്പ്. അതിൻ്റെ സെല്ല് നമ്മൾ എന്ത് ചെയ്യും, മാമറി ഗ്ലാൻഡ് എന്നൊരു സെല്ല് കളക്ട് ചെയ്തു. ആൻഡ് സൈമൾട്ടേനിയസ്ലി ആൻഡ് എഗ് വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഈവ്. സോ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഈവ് പറയുന്ന വേറെ ഇനം ഷീപ്പാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്കൊരു ബ്ലാക്ക് ഫേസ് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു എഗ്ഗും കളക്ട് ചെയ്തു. സോ ഈ പറയുന്ന ഫിൻ ഡോർസറ്റിനകത്ത് നിന്ന് ഒരു മാമറി ഗ്ലാൻഡിൻ്റെ ഒരു സെല്ലും അതുപോലെ തന്നെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഈവിനകത്ത് നിന്ന് ഒരു എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ദ ന്യൂക്ലിയസ് വാസ് റിമൂവ്ഡ് ഫ്രം ദ എഗ്ഗിനകത്ത് ന്യൂക്ലിയസ് റിമൂവ് ചെയ്തു. Then the nucleus of the mammary cell from the fin dorsate sheep was inserted into the egg of the mammary gland from the fin dorsate sheep. So fin dorsate എഗ്ഗിലേക്ക് മാമറി ഗ്ലാൻഡിൻ്റെ സെല്ലിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിൻ്റെ ആ പറയുന്ന എഗ്ഗിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ന്യൂക്ലിയസ് ട്രാൻസ്ഫർ ചെയ്തു. ദ എഗ് ദിസ് പ്രൊഡ്യൂസ്ഡ് വാസ് ഇംപ്ലാന്റഡ് ഇൻ ടു ദി ബ്ലാക്ക് ഫേസ് ഈവ്. അപ്പോൾ ആ എഗ്ഗ് എന്ത് ചെയ്തു, നേരെ ഈ ഫിൻ ഡോർസറ്റ് ഷീപ്പിൻ്റെ ന്യൂക്ലിയസുള്ള ആ എഗ്ഗ് എന്ത് ചെയ്തു, നേരെ നമ്മൾ എന്ത് ചെയ്തു, ബ്ലാക്ക് ഫേസ് ഈവിൻ്റെ ബോഡിനകത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്തു. ദ എഗ് ദിസ് പ്രൊഡ്യൂസ്ഡ് വാസ് ഇംപ്ലാന്റഡ് ഇൻ ടു സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ഈവ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എഗ് ഫോളോഡ് ബൈ നോർമലി ആൻഡ് ഫൈനലി ഡോളി വാസ് ബോൺ. അങ്ങനെ ബാക്കി എല്ലാ പ്രോസസ്സും നോർമലി ആണ്. ബ്ലാക്ക് ഫേസിനകത്ത് നിന്ന് ബാക്കിയെല്ലാം നോർമലി ആയിട്ട് അവസാനം എന്ത് ചെയ്തു, ഡോളി ഉണ്ടായി. Though the dolly was gave birth by a Scottish blackface eel, it was found to be absolutely identical to the fin dorsate sheep from which the nucleus was taken. Actually നമ്മൾ ബ്ലാക്ക് ഫേസ് ഈവിൻ്റെ അകത്താണ് ഡോളീനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, പക്ഷെ ന്യൂക്ലിയസ് ആയിട്ടാണ് നമ്മുടെ ഫിൻ ഡോർസറ്റ് ഷീപ്പിൻ്റെ ആണ്. സോ അതുകൊണ്ട് തന്നെ അതെന്തായി, ഡോളിയുടെ ലുക്ക് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മളെ ഫിൻ ഡോർസറ്റ് ഷീപ്പിൻ്റെ അതേപടിയാണ്. നിങ്ങൾക്ക് ഫിഗർ സീനകത്ത് കാണാം, എക്സാക്ട്ലി ലുക്ക് ലൈക്ക് ഫിൻ ഡോർസറ്റ് ഷീപ്പാണ് നമ്മുടെ ഡോളി എന്ന് പറയുന്ന ആ ഷീപ്പ്. So since the nucleus of the egg of the Scottish blackface eel was removed, Dolly did not show any character of the Scottish blackface. Dolly was the healthy clone of Fin Dorset sheep and produced several offspring of her own through the normal sexual means. So Dolly എന്ന് പറയുന്നത് നമ്മുടെ ഫിൻ ഡോർസറ്റ് ഷീപ്പിൻ്റെ ആയിട്ടുള്ള ന്യൂക്ലിയസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ക്യാരക്ടേഴ്സും ഡോളിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡോളിക്ക്
ഹെൽത്തി ക്ലോണാണ് ഡോളി എന്ന് പറയുന്നത്. അതിൻ്റെ ഓഫ് സ്പ്രിങ് നോർമലി ഫിൻഡോസർ ഷീപ്പും ബാക്കിയുള്ള ഓഫ് സ്പ്രിങ് ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നതാണ്, സെക്ഷൽ മീൻസിൽ തന്നെ. അൺഫോർച്ചുനേറ്റ്ലി ഡോളി ഡൈഡ് ഓൺ 14th February 2003 ഡ്യൂ ടു സഡൻ ലങ് ഡിസീസ്. പക്ഷേ 1996 ജനിച്ച ഡോളി 2003 മരണപ്പെട്ടു, അല്ലെങ്കിൽ ചത്തുപോയി. Since Dolly, several attempts have been made to produce cloned mammals. However, many die before death or die soon after death. The cloned mammals are many times found to be born with severe abnormalities. So, പക്ഷേ ക്ലോണിങ്ങിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് അസുഖമൊക്കെ വന്നിട്ട് ക്ലോൺഡ് ആയിട്ടുള്ള ആനിമൽസൊക്കെ ചത്തു പോകാറാണ് ചെയ്യുന്നത്. സോ അതും കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസിനകത്ത് കുറച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബൈനറി ഫിഷൻ ഇൻ അമീബ ആസ് വെൽ ആസ് ബഡിങ് ഇൻ ഹൈഡ്ര ഒക്കെ പഠിച്ചു. ഹോപ്പ്ഫുള്ളി യു ഹാവ് എൻജോയ്ഡ് ദ ക്ലാസ്. നമ്മളുടെ ചാനലിനെ പറ്റി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും അതുപോലെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു എവറി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹെൽത്തി. ബൈ.